കുറേ കാലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ എങ്ങനെ സഞ്ചരിക്കാമെന്ന്. എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത്. അത് ഇടയ്ക്ക് മുറിക്കാതെ 2 തല മാത്രം കട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് റൺ ചെയ്ത് അത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം എന്നതാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ദേഷ്യം, വിദ്വേഷം, പക, വെറുപ്പ് ഇതെല്ലാം കൂടി മനസ്സിലേറ്റി കുത്തി നിറച്ച് യാത്ര ചെയ്യുന്ന ഒരാളുടെ മനസ്സ് ശാന്തമാവില്ല. അപ്പോൾ മനസ്സ് ശാന്തമാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കണം, ഡ്രൈവ് ചെയ്യണം എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡ് എന്നത് നമ്മുടെ മാത്രം തറവാട്ട് സ്വത്തല്ല, അതല്ലെങ്കിൽ നമ്മുടെ തറവാട്ട് സ്വത്തല്ല എന്നതാണ്. നമ്മുടെ പലരുടെയും മനോഭാവമാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വഴിമാറി തന്നുകൊള്ളണം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനകത്ത് നടന്നുകൊള്ളണം എന്നൊക്കെ. എതിരെ വന്ന ഒരാൾ ലൈറ്റ് ഒന്നിട്ടാൽ ഒന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ഒരു മനസ്സ് നമ്മുടേത് ഇല്ലേ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ അല്പം സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുന്നേ പോകുന്ന ആളെ തെറി വിളിക്കുന്ന ഒരു മനസ്സ്, ഒരുപക്ഷെ നേരിട്ട് വിളിച്ചോളണമെന്നില്ല. പിന്നാലെ ഒരാൾ വന്നൊരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ്. ചുരുക്കം പറഞ്ഞാൽ നമ്മളെപ്പോലെ നൂറുകണക്കിന് വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്, അവർ നമ്മളെപ്പോലെയുള്ള വ്യക്തികളാണ്, ഓരോരോ ആവശ്യങ്ങൾക്കാണ് പോണത് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ യാത്രകൾക്കും മാത്രമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അസ്വസ്ഥമാകുന്ന ഒരു മനസ്സുണ്ട്. അത് അവസാനിപ്പിക്കണം. റോഡ് മറ്റുള്ളവർക്ക് കൂടി യാത്ര ചെയ്യാനുള്ളതാണ് എന്ന ബോധം മനസ്സിലുണ്ടായിരിക്കണം. പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് റോഡിൽ കുറേ വരകൾ വരച്ചിട്ടുള്ളതാണ്. ഈ വരകളൊക്കെ എന്തിനാണ് എന്നത് നമുക്കറിയില്ല പലപ്പോഴും. മുമ്പ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരുന്നു, റോഡിന് വിലങ്ങനെ കുറച്ച് വെള്ള വരകൾ കണ്ടപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. അദ്ദേഹത്തിന് വന്ന് അറിയില്ലായിരുന്നു. പിന്നീട് മനസ്സിലായി, കുറേ കാലം കഴിഞ്ഞപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ സ്വയം മനസ്സിലാക്കിയതാണ്, ചിലത് അല്പം ഹൈറ്റ് കൂടുതലാണ്, അപ്പോൾ ഹമ്പ് എന്നത് ഉണ്ടാക്കുന്നതിന് പകരമായി ഉപയോഗിക്കുന്നതാണ് എന്ന്. ഒന്ന് ജസ്റ്റ് ഓടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് ചാടുന്നതും കാണാം. അപ്പോൾ ഹമ്പ് ഉണ്ടാക്കാതെ തന്നെ വണ്ടി വേഗത കുറയ്ക്കാനുള്ളൊരു ഉപാധിയാണ് എന്ന് മനസ്സിലായി. പിന്നെ മറ്റു പല വരകളും സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും റോഡിൽ വരകൾ വരച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വാഹനം ഓടിക്കാനാണ്, അല്ലെങ്കിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് റോഡിൻ്റെ 2 വശങ്ങളും വെച്ചിട്ടുള്ള ചിഹ്നങ്ങളും റോഡിൽ വരച്ചിട്ടുള്ള വരകളും നമുക്ക് വേണ്ടി കൂടിയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ട്രാഫിക് നിയമങ്ങൾ ലേണേഴ്സ് ലൈസൻസിന് മാത്രമായിട്ടുള്ളതല്ല എന്നും അത് പൊതുനിരത്തിൽ പാലിക്കപ്പെടാനുള്ളതാണെന്ന ബോധവും വേണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വിലങ്ങ് കടക്കാൻ ഉദ്ദേശിക്കുന്ന കുറേ ആൾക്കാർ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരെ ഒന്ന് കടത്തി വിട്ടിട്ട് പോകാനുള്ളൊരു മനസ്സ് കാണിക്കണം. നമ്മുടെ വേക്കിൽ പിന്നിൽ വരുന്ന ഒത്തിരി വണ്ടികളുണ്ടാവും. നമ്മൾ കടന്നു പോയാൽ ഒരു പക്ഷേ മറ്റുള്ള വണ്ടിക്കാർ നിർത്തി കൊടുത്തൊന്നും വരില്ല. അപ്പോൾ നമ്മളൊന്ന് ചവിട്ടി കൊടുത്ത് അവരെ ഒന്ന് കടത്തിവിടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ സൈഡിൽ നിന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ട്രാക്കിലേക്ക് കയറി യൂട്ടേൺ അടിച്ച് പോകാനുണ്ടെന്ന് കരുതുക. നമ്മൾ കാത്തു നിൽക്കുന്നുണ്ടാവും. ഒരു വണ്ടി നിർത്തില്ല. ഒരു വണ്ടി നിർത്താതെ നമ്മൾ അസ്വസ്ഥനായി നിന്ന് പതിയെ മുന്നോട്ട് പോകാറുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ യൂട്ടേൺ അടിച്ച് കയറിയതുപോലെ മറ്റു പല വ്യക്തികളും അവർക്കും ട്രാക്കിലേക്ക് കയറി യാത്ര ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. അവരെ മൈൻഡ് ചെയ്യാതെ ഞാൻ മുമ്പേ എന്ന മട്ടിൽ അവരെ അവഗണിച്ച് പോകുന്ന ഒരു രീതിയാണ് മിക്ക ഗതാഗത കുരുക്കിനും കാരണം. ബൈ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിക്ക് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് നിർത്തി കൊടുത്താൽ ആ വണ്ടിയെ കടന്നു പോവുകയും അങ്ങാടിയിൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ സർവ്വസാധാരണമായൊരു ഗതാഗതം സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു 5 സെക്കൻഡിന് നമ്മൾ ക്ഷമ കാണിക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ തന്നെ വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക, മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിദ്വേഷം, പകയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ശാന്തമായി ഡ്രൈവ് ചെയ്യുക. റോഡ് എന്നത് നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഡ്രൈവ് ചെയ്യാനുള്ളതാണ് എന്ന ബോധം മനസ്സിൽ വെക്കുക. ട്രാഫിക് നിയമങ്ങളും ട്രാഫിക് ലൈനുകളും ഒക്കെ നമുക്ക് പാലിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക. ഒപ്പം പൊതുനിരത്തിൽ ചില സാമാന്യ മര്യാദകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അതെല്ലാം പാലിച്ച് ഡ്രൈവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പ് തരുന്നു, നിങ്ങളിത് ആവർത്തിക്കുന്നവരും അനുവർത്തിക്കുന്നവരുമാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് എന്നൊരു കുരുക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് തരുന്നു.